ഒന്നാമതായിട്ട് വരുന്നത് ഞാൻ പ്രയർ ട്രാക്കർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഞാൻ എന്താ പറയാ ഒരു ട്രാക്കർ ഉണ്ടാക്കുന്ന സമയത്ത് 1 whole മന്തിലേക്കായിട്ടാണ് ട്രാക്കർ ഉണ്ടാക്കാറ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു മന്ത് മുഴുവൻ അതിൽ ഇട്ടുകൊണ്ട് പോവാം. നമുക്ക് പിന്നെ അത് വരച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ള ഞാൻ ഫോട്ടോ അയച്ചു തരാം നിങ്ങൾക്ക്. ട്രാക്കറിന് ഞാൻ തന്നെ വരച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാല് ഞാൻ ഒരു ഹോൾ മന്തിൻ്റെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ വെരി വെരി ബിഗിനർ ലെവലാണ്, ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല, അപ്പോൾ ഒരു എന്താ പറയാ ഒരു മനസ്സിലാവുന്നില്ല ഇങ്ങനെയെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ഡേയ്സിൻ്റെ ട്രാക്കർ, 7 ഡേയ്സ് എന്ന് പറയുമ്പോൾ 7 ഡേയ്സിൻ്റെ കളം വരച്ചിട്ട് ആദ്യം അതൊന്ന് 7 ദിവസം ചെയ്ത് നോക്കുക. എന്നിട്ട് 7 ദിവസത്തെ പിന്നെ വരയ്ക്കുക. ആ ഒരു രീതിയിലോ അപ്പം അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 1 മന്തേക്കുള്ളത് വരച്ച് വെക്കുക ചെയ്യുക. നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. ഒരു 7 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ അനലൈസ്, അല്ലെങ്കിൽ 5 ഡേയ്സ് കൂടുന്തോറും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് പോവാം. അപ്പം അങ്ങനെയാണ് അത് വർക്ക് ആകുന്നത്. അപ്പം എനിവേ ഫസ്റ്റത്തെ ഒരു പ്രയർ ട്രാക്കർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. മഗ്‌രിബിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മഗ്‌രിബ്, ഇഷ, പിന്നെ ഫജർ, ലുഹർ, അസർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 30 ഡേയ്സിലുള്ള കോളംസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ചോദിച്ചാൽ, നമ്മൾ മുന്നേ ആ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ട്രൈ ആക്കി ഉള്ളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നിന്ന് നല്ല പ്രിപ്പയർ ആയിട്ട് നിന്ന് ബാങ്ക് വിളിച്ചാൽ അത് കേട്ട് എന്നിട്ട് പോയി നിസ്കരിച്ച്, അത് വേറെ തന്നെ ഫീലിംഗ് അല്ലേ. എനിവേസ് അത് നമ്മളൊരു പോയിന്റ് ആണ്. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് വിടാനെ എന്താണോ നമ്മൾ ചെയ്യുന്നുള്ളത് അത് അവിടെ അളിക്കി, നമ്മൾ പറ്റുന്ന ഒരു സംഭവം ആണെങ്കിൽ നമ്മളത് അവിടെ വിട്ടു, എന്നിട്ട് നമ്മൾ എന്താക്കി നിസ്കരിക്കാൻ പോയി. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തിങ് എന്ന് പറയുന്നത്, നമുക്കറിയാം എന്താ പറയാ, ഇപ്പോൾ ലുഹർ നമസ്കാരമാണെങ്കിൽ ലുഹർ മുതൽ അസ്ർ വരെ നമുക്ക് ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിലായിട്ട് ഒരു സമയത്തിൽ നമ്മൾ നിസ്കരിക്കും. അതായിരിക്കും പൊതുവെ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പോകുന്നത് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്നത് നമ്മൾ വലിയ മൈൻഡിലേക്ക് എടുക്കുന്ന ഒരു സംഭവമല്ല. ഇടയിലായിരിക്കും എടുക്കുന്നവരുണ്ടായിരിക്കാം. എനിവേ മെജോറിറ്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ അത് ചെയ്ത് ഇത് ചെയ്ത് എന്താ പറയുക കെയർലെസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ നിസ്കാരം അടുത്ത ബാങ്ക് കൊടുക്കുന്നതിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ അത് വേറൊരു കാറ്റഗറിയാണ്. കാരണം നമ്മൾ അത് റീസൺ കൊണ്ടല്ലേ, എന്താ പറയുക നമുക്ക് എക്സ്ക്യൂസ്, ഇപ്പം എന്താ പറയുക ഉറങ്ങിപ്പോയി, മറന്നുപോയി, അതല്ലാതെ ഇപ്പം എന്താ പറയുക ഷോപ്പിങ്ങിന് പോയി, മാരേജിന് പോയി, അല്ലെങ്കിൽ വെറുതെ നിന്ന് ലേസിനെസ് കൊണ്ട് സമയം കളഞ്ഞ്, വീട്ടിലെ പണിയായതുകൊണ്ട്, അപ്പം ഇതുപോലത്തെ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. അപ്പം അത് കാരണം നമ്മൾ നിസ്കാരം അടുത്ത ബാങ്കിൻ്റെ അടുത്തേക്ക് നമ്മൾ വലിച്ച് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതൊരു കാറ്റഗറിയാണ്. ഇതിലൊക്കെ നമ്മൾ ഇന്റൻഷൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇന്റൻഷൻ ശരിയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നമ്മൾ വേണ്ടാത്ത എന്താ പറയുക എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണോ നമസ്കരിക്കാത്തത്, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് അത്രത്തോളം എക്സ്ക്യൂസ് ഇല്ലാണ്ടാണോ. അറിയാതെ ഇപ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി, എപ്പോഴുള്ള കാര്യമല്ല, എപ്പോഴെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോയി, ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ വെക്കാം. അതല്ലാതെ ആണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം വെറുതെ സമയം വേസ്റ്റ് ആക്കി ഷെയ്ത്താൻ്റെ ആ ഒരു വഴിയിലായി പോയിട്ട് നമ്മൾ നമസ്കാരത്തെ ലേറ്റ് ആക്കുന്നുണ്ട്. അതൊരു മൂന്നാമത്തെ കാറ്റഗറിയാണ്. നാലാമത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു പോയിന്റാണ്. എന്നാലും ഞാൻ പറഞ്ഞ നമ്മൾ ബിഗിനർ ലെവലാണ്. മേ ബി നിസ്കാരം തീരെ ശ്രദ്ധിക്കാതെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കളായിട്ടൊക്കെ പോകുന്നുണ്ടാവായിരിക്കും. അപ്പോൾ അവർക്ക് അവരെ അറിയത്ര. അപ്പോൾ സ്വന്തം ആ കാര്യം ആലോചിക്കാം. അപ്പോൾ കല ആക്കണ്ടെന്നുള്ളതേ ഞാൻ പറയൂ. എനിവേ ആ ഒരു കല ആക്കുന്ന ഒരു ടെൻഡൻസിയും കൂടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എടുക്കണമല്ലോ. അതുകൊണ്ടാണ് കല എന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുന്നത്. ഇപ്പൊ 4 സംഭവം വെച്ചത്. ഈ 4 തരത്തിലാണ് നമ്മൾ നിസ്കാരം കൂടുതലായിട്ട് ഉണ്ടാവുക എല്ലാവർക്കും.
അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിസ്കരിച്ചു. അപ്പോൾ എന്താക്കുക, എന്തെങ്കിലും ഒരു മാർക്ക് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ കൊടുക്കാം, 4 ടൈപ്പിലുള്ള സിമ്പിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 4 ടൈപ്പിലുള്ള കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ചും കൂടി തിരക്കിലുള്ളവരാണെങ്കിൽ 4 സിമ്പിൾ ഉപയോഗിച്ചോളൂ, ഒരെങ്കിൽ തന്നെ 4 സിമ്പിൾ ഉപയോഗിച്ചോളൂ. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഒന്ന് ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 4 കളേഴ്സ് യൂസ് ചെയ്താൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് കാണും മനസ്സിലാക്കാൻ പറ്റും, ഓ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിൾ ആണെങ്കിലും അത് ഓക്കെ അല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് ടൈം എങ്ങനെയാണ് ഇതാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ 4 സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 7 ഡേയ്സ് എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഫുള്ളായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര നമസ്കാരം ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചിട്ടുണ്ട്, എത്ര നമസ്കാരം ഞാൻ ആവശ്യമില്ലാതെ വൈകിപ്പിച്ചിട്ടുണ്ട്, എത്ര ഞാൻ ഇങ്ങനെ എന്താ പറയുക കുറച്ചായിട്ട് നിസ്കരിക്കാന്നുള്ള രീതിയിൽ നിസ്കരിച്ചിട്ടുണ്ട്, എത്ര ഞാൻ കളാക്കിയിട്ടുണ്ട്. കള വേണ്ട, എന്നാലും ഏത് സ്റ്റേജിലുള്ളവരാണെന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ അറിയില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ നിസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, നമസ്കാരം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. എവിടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ നമസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം നമസ്കാരത്തിന് ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട് എന്നുള്ളത്. ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമസ്കാരമാണ്. അങ്ങനെ ഒരുപാട് കാര്യം നമസ്കാരമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് നന്നാക്കാന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ നിസ്കാരം നന്നാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിസ്കാരം നന്നാലാണ് ബാക്കി നമ്മളെ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ അതിന് അലൈൻ അയച്ചു വരാം. അപ്പൊ ഇനി ഈ ഒരു പ്രയർ ട്രാക്കർ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്.